പൂർത്തിയാക്കാതെ കായിക വകുപ്പ് തുടങ്ങിയ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തീകരിച്ചത് 40 പഞ്ചായത്തുകളിൽ മാത്രം. 3 വർഷം കൊണ്ട് മുഴുവൻ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കുമെന്നായിരുന്നു കായിക വകുപ്പിന്റെ അവകാശവാദം. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളമെന്ന പദ്ധതി നടപ്പാക്കാൻ കായിക വകുപ്പ് തീരുമാനിച്ചത്. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. 1 ഏക്കർ സ്ഥലത്ത് 1 കോടി ചെലവിലാണ് കളിക്കളങ്ങൾ നിർമ്മിക്കുക. ഇതിൽ 50 ലക്ഷം കായിക വകുപ്പ് മുടക്കും. MLA ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട്, CSR, പൊതുസ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയവയിലൂടെ ബാക്കി തുകയും കണ്ടെത്തും. എന്നാൽ 3 വർഷത്തോടടുക്കുമ്പോൾ കളിക്കളങ്ങൾ പൂർത്തിയായത് 40 പഞ്ചായത്തിൽ മാത്രം. നിലവിൽ 188 പഞ്ചായത്തുകളിൽ കളിക്കളങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 140 എണ്ണത്തിന് അനുമതി ലഭിച്ചു. എന്നാൽ പൂർത്തിയായതാകട്ടെ 40 ഗ്രൗണ്ട് മാത്രം. 47 കളിക്കളങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലും 65 എണ്ണം ടെൻഡർ നടപടികളിലുമായി തുടരുകയാണ്. 18 വീതം ഗ്രൗണ്ട് പൂർത്തിയായ കണ്ണൂരും തൃശൂരുമാണ് കണക്കിൽ ഏറ്റവും മുന്നിൽ. ആലപ്പുഴയിൽ 17ഉം തിരുവനന്തപുരത്ത് 14 കളിക്കളങ്ങൾ പൂർത്തിയായി. 2 ഗ്രൗണ്ട് പൂർത്തിയായ വയനാട് ജില്ലയാണ് കണക്കിൽ ഏറ്റവും പിന്നിൽ. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ 4 വീതം ഗ്രൗണ്ടുകളാണ് പൂർത്തിയായത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. നിലവിൽ കളിക്കളമുള്ള പഞ്ചായത്തിന് മറ്റൊരു കളിക്കളത്തിനോ നിലവിലെ കളിക്കളം നവീകരിക്കാനോ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ ഓരോ പഞ്ചായത്തിനും ആവശ്യമായ കോർട്ടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിനൊപ്പം നടപ്പാത, ഓപ്പൺ ജിം, ടോയ്ലറ്റ്, ലൈറ്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും ഉണ്ടാകും. സ്കൂൾ ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ട്, പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുക. നമ്മുടെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കടക്കം വളരെയേറെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ലക്ഷ്യത്തിലെത്താതെ പാതി വഴിയിൽ നിൽക്കുന്നത്. പ്രഖ്യാപനങ്ങൾക്കപ്പുറം ലക്ഷ്യത്തിലെത്താത്ത മറ്റൊരു പദ്ധതിയായി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയും ഒതുങ്ങുന്നു. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.